ഇരുന്നവർ തളരുമ്പോൾ തുണയാകാൻ മറക്കരുത്. തളരുന്ന ഒരു കാലം എല്ലാവർക്കും വരുമെന്ന് ഓർക്കുക. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്നും ആർക്കും അറിയില്ല. മറ്റുള്ളവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരേക്കാളും നമ്മൾ അവരെ മനസ്സിലാക്കും എന്ന് കരുതിയിട്ടുകൂടിയാണ്. വാക്കുകൾ സ്വതന്ത്രമാണ്. നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ഇരുട്ടായി തോന്നുന്നുവെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ വെളിച്ചം. തണൽ നൽകേണ്ട ചില്ലകളിൽ നിന്ന് ചൂടേൽക്കുമ്പോഴാണ് പല കിളികളും കൂടുമാറുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ ബഹുമാനിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയം അസ്വസ്ഥമാകില്ല. എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന നിമിഷം ഒരു തുടക്കമാണ്, അറിവില്ലായ്മയുടെ തുടക്കം. കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനേക്കാൾ ശക്തരായിരിക്കുക. ഇപ്പോൾ കൊടുങ്കാറ്റായിരിക്കാം, പക്ഷെ ഒരിക്കലും എന്നേക്കുമായി ഇത് നിലനിൽക്കില്ല. മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും. ആരോടും തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. കേട്ടറിയുന്ന കാര്യങ്ങൾ അവഗണിക്കുക. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ ആരോഗ്യപരമായി മത്സരിക്കാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിച്ചു എന്നതിൻ്റെ ഫലമാണ് വിജയം. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലിലാണ്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ കഴിയില്ല. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്ന് പ്രസിദ്ധമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.